ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ബാക്കിയുള്ള മൊഡ്യൂളുകളിലെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞ് പോവുകയാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 1-ൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. മൊഡ്യൂൾ 2 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മുടെ 4 മൊഡ്യൂളിൽ ഏകദേശം ഒരു കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ 2 ആണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നതും മൊഡ്യൂൾ 2 ആണ്, 25 മാർക്ക്. അതിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട്, ഗിബ് ആൻഡ് ക്വാർട്ടർ, സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്, ഈ 3 ജോയിൻറ്റിൻ്റേത് വരയ്ക്കാനും പിന്നെ ഫ്ലൈഞ്ചഡ് കപ്ലിങ്ങിൻ്റേത് വരയ്ക്കാനാണുള്ളത്. ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഓർ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ചോദിക്കും. ഒന്നുകിൽ ഇത് വരയ്ക്കുക, അല്ലെങ്കിൽ ഇത് എല്ലാ ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് 25 മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഉള്ള 2 ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് അത് വരക്കേണ്ടത്, അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാം. 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ 4 പിക്ചറിൽ ഒരു 3 എണ്ണമെങ്കിലൊക്കെ നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും സുഖമുള്ള ഒരു 3 എണ്ണം നോക്കിയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയത് നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. ഐസോമെട്രിക് വ്യൂ ഓഫ് എ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഡ്രോ എ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ പിക്ചർ തന്നിട്ടുണ്ടാവും. ഈ പിക്ചറിൻ്റെ ഹാഫ് സെക്ഷൻ എലിവേഷനാണ് വരക്കേണ്ടത്, അതുപോലെ സൈഡ് വ്യൂ. അതാണ് ക്വസ്റ്റ്യൻ, അതാണ്. അപ്പോൾ നമ്മൾ ഈ പിക്ചർ കറക്റ്റ് നോക്കുക. അതിലെ ഓരോന്നിൻ്റെയും അടയാളങ്ങൾ കറക്റ്റ് നോക്കുക. ഇതിൽ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റ് 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സോക്കറ്റ്. ഈ സോക്കറ്റും സ്പൈഗോട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ക്വാർട്ടർ വഴിയാണ്. അപ്പോൾ അതാണ് ഇതിൽ 1 2 3. ഇത് ക്വാർട്ടർ, സോക്കറ്റ്, സ്പൈഗോട്ട്, അങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ വരുന്നത്. ഇത് രണ്ടിനെയും, അതായത് സോക്കറ്റിനെയും സ്പൈഗോട്ടിനെയും എന്ത് ചെയ്തിരിക്കുകയാണ്, സോക്കറ്റും സ്പൈഗോട്ടും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട്, ഈ ക്വാർട്ടർ ജോയിൻ്റ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഹാഫ് സെക്ഷണൽ എലിവേഷനാണ് വരക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് വരക്കുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന പിക്ചർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റിൻ്റെ ഈ ക്വസ്റ്റ്യനിലുള്ളതിൻ്റെ ഹാഫ് സെക്ഷൻ എലിവേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഒന്ന്, നമ്മൾ വരക്കുമ്പോൾ ആദ്യം സെൻട്രൽ ലൈൻ വരച്ച് ഇവിടെ തിൻ ഡാഷാക്കി വരച്ച് തുടങ്ങുക. സെൻട്രൽ ലൈൻ തുടങ്ങിയിട്ട് പിന്നെ ഓരോന്നിലും ഇവിടെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്വാർട്ടർ ആണെങ്കിൽ ക്വാർട്ടറിൻ്റെ ഇവിടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 96 ആണ്, 96. അപ്പോൾ നമ്മൾ ഇവിടെ വരക്കുമ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് മേലേക്ക് 48ഉം അടിയിൽ 48ഉം, അങ്ങനെയാണ് 96 എടുക്കുക. ഹാഫ് സെക്ഷനിൽ 48, മേലേക്കും 48, അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ അളവുകളും ഇപ്പോൾ ഓരോന്നിൻ്റെയും ഡയമീറ്ററോട് തന്നിട്ടുണ്ട്. ഇവിടെ 96, അങ്ങനെ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹാഫ് സെക്ഷന് മേലേക്കും ഹാഫ് അടിക്കും, ആ രൂപത്തിലാണ് എടുക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, ക്ലിയറൻസ് വരുന്നുണ്ട്. ഇവിടെ അതിൽ ക്ലിയറൻസ്, ഇവിടെ ഒരു ക്ലിയറൻസ് 3 mm ക്ലിയറൻസ് വരുന്നുണ്ട്. അതുപോലെ ഒരു 5 mm ക്ലിയറൻസ് വരുന്നുണ്ട്. അങ്ങനെ ക്ലിയറൻസ് വരുന്നത് ശ്രദ്ധിക്കണം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഇപ്പോൾ ഇത് 96 ഇതിൻ്റെ അളവ്. ഇവിടെ ഇത് 96, ഇത് 96. നമ്മൾ ആകെ രണ്ട് സൈഡിലും 48 വീതം 96. പക്ഷേ നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇത് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ ലൈൻ ഇങ്ങനെ ഈ സൈഡ് ചെരിഞ്ഞിട്ടാണുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ
ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യന് 1:24 എന്നുള്ളൊരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ഓരോ 24 mm-നും 1 mm ടൈപ്പറിങ് ഉണ്ട് എന്നാണ്. ടൈപ്പറിങ്. അപ്പോൾ അത് നമ്മൾ വരക്കുമ്പോൾ അത് വരക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അത് വരക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ അളവ് ഇത് 30 mm ആണ്. ഇതിൻ്റെ ഇത് 30 mm ആണ്. അതാണ് ഇവിടെ 30 mm എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 30 mm ആണ്. 30 mm ആണ്. നമ്മൾ ഇവിടെ വരക്കുമ്പോൾ ഇതിൻ്റെ ഈ സംഭവം 30 mm ആണ് വരേണ്ടത്. 30 mm. അപ്പോൾ പക്ഷേ ഈ ടൈപ്പറിങ് 1:24, അതായത് 24 ഉണ്ടാകുമ്പോൾ 24-ന് എന്ത് ചെയ്യണം? 1 mm ടൈപ്പറിങ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് മേലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത് 48 ആണ്. 24 ഉണ്ട്. അപ്പോൾ മേലേക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 30 ഉള്ളതിൽ കൂടെ 2 കൂട്ടിയിട്ട് 32. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 32 ആണ്. 30 അല്ല, 32 എടുക്കണം. അതുപോലെ അടിക്ക് ഇത് അടിയിൽ എന്ത് ചെയ്യണം? അടിയിൽ ഇതുപോലെ 2 കുറക്കും വേണം. അപ്പോൾ അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ തിക്നെസ് ഇവിടെ ഇത് 30 ഇല്ല, ഇത് 28 ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് വരക്കാം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ടൈപ്പറിങ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ വരക്കുമ്പോൾ ആദ്യം ഏറ്റവും വലിയ ഡയമീറ്റർ ഉള്ളത് വരക്കുക. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൽ ഹാച്ചിങ് വരുന്നുണ്ട്. ഇതിൽ മാത്രമാണ് ഹാച്ചിങ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തേണ്ട ഇത് ശ്രദ്ധിക്കണം. 2 സൈഡിലും ഇവിടെ ഒരു 0.4 mm ഡിസ്റ്റൻസിലാണ് ഇത് വരിക. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കും. സെക്ഷൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഡോട്ടഡ് ആയിരിക്കും. ഇവിടെ അടിയിൽ എന്തില്ല? അടിയിൽ സെക്ഷൻ ഇല്ല. അപ്പോൾ അടിയിൽ ഫുള്ള് ഡോട്ടഡ് ലൈൻസ് ആണ്. മുകളിലും സെക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എന്താണ്? അവിടെയും ഡോട്ടഡ് ലൈൻസ് ആണ്. അപ്പോൾ ഡോട്ടഡ് ലൈൻസ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടിയിൽ ഫുള്ള് ഡോട്ടഡ് ലൈൻസ് ആണ്. പിന്നെ ഇവിടെ ഡോട്ടഡ് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ ഈ സെക്ഷൻ ചെയ്യുന്ന ഭാഗം എന്ത് ചെയ്യണം? സെക്ഷൻ ചെയ്യുന്ന ഭാഗം ഒക്കെ ഹാച്ചിങ് ചെയ്യണം. ഹാച്ചിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും ചെയ്യണം. ഒരിക്കലും മറന്നു പോകരുത്. എല്ലാം ചെയ്തതിന് ശേഷം അവസാനം ഹാച്ചിങ് ചെയ്യാൻ വിട്ടുപോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യരുത്? ആൻസർ പേപ്പർ ഉണ്ടാവരുത്. നമ്മൾ ഇത് കറക്റ്റ് ഇതിൻ്റെ പിക്ചറൊന്ന് മനസ്സിൽ വെച്ചിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിലുള്ള മെറ്റീരിയലുകൾ കറക്റ്റ് മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തുക. അതിലൊരു ടേബിളാക്കിയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഡൈമെൻഷൻസ് എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ഡൈമെൻഷൻസ് കറക്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് കൊടുക്കണം. ആ ഡൈമെൻഷനൊക്കെ കൊടുത്തില്ലെങ്കിൽ നമ്മളെ മാർക്കിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ ആ കാര്യം കൂടിയും ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിൽ വരുന്നത് ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഫ്ലൈഞ്ച്ഡ് കപ്ലിംഗ് ആണ്. പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലൈഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെയാണ്. ഈസ് ഷോൺ ഇൻ ഫിഗർ. ഡ്രോ ടോപ്പ് ഹാഫ് സെക്ഷൻ എലിവേഷൻ ഓഫ് ദി കപ്ലിംഗ്. ആൾസോ ഡ്രോ ആൻ എൻഡ് വ്യൂ ലുക്കിംഗ് ഫ്രം ദി ബോൾട്ട് ഹെഡ് സൈഡ്. ഇതിനെന്താ വെച്ചാൽ രണ്ട് ഭാഗത്തുള്ള ഫ്ലൈഞ്ച് ഈ രണ്ട് ഫ്ലൈഞ്ചിനെ നെട്ടും ബോൾട്ടൊക്കെ ഉപയോഗിച്ചിട്ട് കണക്റ്റ് ചെയ്യുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂയും സൈഡ് വ്യൂയും നെട്ടും ബോൾട്ട് ഉപയോഗിച്ച് അസംബിൾ ചെയ്യുമ്പോഴുള്ള ഫിഗറാണ് നമ്മൾ വരക്കേണ്ടത്. നമ്മൾ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആദ്യമേ വരയ്ക്കുക. കറക്റ്റ് ഓരോന്നിൻ്റെയും ഇപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെ അളവ് വെച്ചിട്ട് ഓരോന്നിൻ്റെയും അളവുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുക. പിന്നെ ഔട്ട്ലൈനിൽ ചിലത് നമ്മൾ ഔട്ട്ലൈൻ വരച്ച ശേഷം പിന്നെ ചിലത് മായ്ച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അവിടെയൊക്കെ
ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ആവശ്യമില്ല ഭാഗത്ത് മാത്രം വരയ്ക്കുക. രണ്ടും ചെയ്യാം. പക്ഷെ ഒന്നുകൂടി സുഖം ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇങ്ങനെ വരക്കുന്ന സ്ഥലത്ത് ഇത് ഇങ്ങനെ വരച്ച ശേഷം അവസാനം മായ്ച്ച് കളഞ്ഞാലും മതി. ഏത് രൂപത്തിലും ചെയ്യാം. എന്തായാലും ഇനി ഫുള്ള് വരച്ചിട്ടാണെങ്കിൽ അത് അവസാനം മായ്ച്ച് അത് കറക്റ്റ് രൂപത്തിലാക്കാൻ മറക്കരുത്. ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഐറ്റം ലിസ്റ്റ് എന്ത് ചെയ്യുക, ഐറ്റം ലിസ്റ്റ് നമ്മുടെ ആൻസർ പേപ്പറിൽ കൃത്യമായിട്ടൊന്ന് എഴുതുക. അത് ഒക്കെ നമ്മുടെ മാർക്കിന് കാരണമാവും. പിന്നെ ടൈപ്പ് ഇറക്കി ഓരോ പാർട്സുകൾ ഇവിടെ ബോൾട്ട് ഉണ്ട്, ബോൾട്ടിൻ്റെയും അതുപോലെ നെട്ടിൻ്റെയും ബോൾട്ടിൻ്റെ ഒക്കെ അളവുകളൊക്കെ എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെ നെട്ടും ബോൾട്ടും വരുന്ന സ്ഥലങ്ങളിലൊക്കെ കറക്റ്റ് കൊടുക്കണം. ഇവിടെ ഫുള്ളുണ്ട്, ഇവിടെ ഉള്ളത് ഹാഫാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ കാണിച്ച ഈ ഭാഗം ഹാഫാണ്. ഇത് രണ്ടും ഫുള്ള്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം, ഇതിൻ്റെ ഈ സൈഡ് വ്യൂ കൂടി വരക്കാനുള്ളതാണ്. അപ്പോൾ ഈ സൈഡ് വ്യൂ ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത് 16 mm ഡയ ഉള്ളതാണ്. 16 mm. അപ്പോൾ 16 ഇതിൽ 16 mm അല്ല 16 cm ഡയ വരുന്നതാണ് ഈ പിക്ചർ. അപ്പോൾ അതിലെന്ത്, അപ്പോൾ 8 cm റേഡിയസ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരക്കുമ്പോൾ ഈ ഫ്ലേഞ്ചഡ് കപ്ലിംഗ് ഒക്കെ വരക്കുമ്പോൾ ഇതൊക്കെ കൊള്ളാൻ മാത്രമുള്ള ഒരു സ്പേസ് ഉള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ വരക്കേണ്ടത്. അവസാനം ഇത് നമ്മുടെ ഒരു വ്യൂ മാത്രം വരച്ച് അടുത്ത വ്യൂക്ക് സ്ഥലമില്ലാതെ നമ്മൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ അത് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ബോൾട്ടിൻ്റെ സൈസ് ഹാച്ച് ചെയ്യേണ്ട സ്ഥലത്ത് ഡോട്ടഡ് ലൈൻസ് ഹാച്ച് ചെയ്യേണ്ട സ്ഥലങ്ങൾ അതൊക്കെ നല്ല ഒന്ന് ശ്രദ്ധിക്കണം. അതിലൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയുമോ എന്നുള്ള സംഭവം ചെക്ക് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. ഇവിടെയൊക്കെ ഹാച്ച് ചെയ്യണം. ഇതാ ഇവിടെ കൊടുത്ത പോലെ ഇവിടെയൊക്കെ ഹാച്ച് ചെയ്യുക. പിന്നെ ഡോട്ടഡ് ലൈൻസ് ഇവിടെ ഡോട്ടഡ് ലൈൻസാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഈ ഡ്രോയിങ് പേപ്പറുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊന്ന് വരച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇതിൽ വരച്ചിട്ട് തന്നെ ഓരോ സ്റ്റെപ്പ് വരക്കുന്ന വീഡിയോകൾ യൂട്യൂബിലുണ്ട്. അതൊന്ന് നോക്കിയാൽ ഒന്നും കൂടി മനസ്സിലാവും. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാം. ഇപ്പോൾ മൊഡ്യൂൾ 2 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. അപ്പോൾ ആ ഒരു ഗൗരവം നമ്മൾ ആ മൊഡ്യൂളിന് കൊടുക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 3യിൽ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ 3 നമുക്ക് ഏകദേശം സിമ്പിളായൊരു മൊഡ്യൂളാണ്. കാരണം പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അതിലാണ്. അത് കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും അതിൻ്റെ ഓർ ക്വസ്റ്റ്യനായിട്ട് സാധാരണ വരാറുള്ളത് 3 ലേഔട്ടുകളാണ്. ആ 3 ലേഔട്ടിൽ ഏതെങ്കിലും 2 ലേഔട്ട് വരക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് ആ ലേഔട്ട് വരച്ചാൽ നമുക്ക് 20 മാർക്ക് സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ലേഔട്ട് ആ ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഫ്യൂവൽ ഫില്ലിംഗ് കം സർവീസ് സ്റ്റേഷൻ്റെ ലേഔട്ട്. ഫ്യൂവൽ ഫില്ലിംഗ് കം സർവീസ് സ്റ്റേഷൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ അത് 2 ഉണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്ന ഈ 2 ലേഔട്ടും വരക്കണം. മോഡേൺ ഫ്യൂവൽ ഫില്ലിംഗ് കം സർവീസ് സ്റ്റേഷൻ്റെ ലേഔട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 2 ലേഔട്ടുകളാണ് വരക്കേണ്ടത്. ഇതിലുള്ള ഓരോ കമ്പോണൻസും കറക്റ്റ് എഴുതുക. പെട്രോൾ പമ്പ്, ഡീസൽ പമ്പ് അതാണ് കോർ സർവീസ്. ഫ്യൂവൽ ഡിസ്പെൻസ് ചെയ്യാനുള്ള ഏരിയയാണ്. പിന്നെ കാർ വാഷർ, കംപ്രസർ,
ബേസിക് മെയിൻ്റനൻസ്. നെക്സ്റ്റ് ലിഫ്റ്റ് എന്തിനാണ്? വെഹിക്കിൾ ആക്സസ്, വെഹിക്കിൾ റേസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ടൂൾസ്, എക്യുപ്മെൻറ്റിൻ്റെ സ്റ്റോറേജൊക്കെ എവിടെ ഉണ്ടാവുക? സ്റ്റോറേജ് എക്യുപ്മെൻറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, അത് ഇവിടെയാണ് ഉണ്ടാവുക. പിന്നെ ഓഫീസ്, പാസേജ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓഫീസിൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ. ഓഫീസിൽ ഫുള്ള് അഡ്മിനിസ്ട്രേഷൻ സംഭവങ്ങളായിരിക്കും. പിന്നെ പാസേജാണ് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള പാസിങ് വരുന്നത്. പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ റീറ്റെയിൽ ആൻഡ് സ്പെയേഴ്സ്, സെല്ലിങ് ആക്സസറീസ് സംഭവങ്ങളൊക്കെ വരുന്നു. ഈ രണ്ട് പിക്ചറും ഇതാക്കണം, രണ്ടിലും വ്യത്യാസമുണ്ട്. രണ്ടാമത്തേതിൽ എന്തുണ്ട്? രണ്ടാമത്തേത് ഒരു ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ചെറിയ ചേഞ്ച് വരും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ കംപ്രസ്ഡ് എയർ ഡെലിവറി ഉണ്ട്, അത് ഇതിലില്ല. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റമായിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സും നന്നായി നോക്കി വെക്കുക. പെട്രോൾ ഡീസൽ പമ്പ്, കംപ്രസ്ഡ് എയർ ഡെലിവറി, ലിഫ്റ്റ്, കാർ വാഷർ, കംപ്രസർ, പിന്നെ ഓഫീസ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഇന്ന് ഔട്ട് ഒക്കെ രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് പിക്ചറും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എന്ത് ചെയ്യുക, നമുക്കൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇത്. അതുപോലെ ഇതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും. ആ രണ്ട് ക്വസ്റ്റ്യൻ A, B ആയിട്ടായിരിക്കും, രണ്ടും കൂടി 20 മാർക്ക് ആ രൂപത്തിലാണ് വരിക. അപ്പോൾ ഈ രണ്ട് ലേഔട്ട് നമുക്ക് വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ലേഔട്ടാണ്. രണ്ടിലും ഏകദേശം ഒരേപോലത്തെ കമ്പോണൻസ് ആണ്. കാർ വാഷർ, കംപ്രസർ, ലിഫ്റ്റ്, ടൂൾസ്. ഇവിടെ രണ്ടിൻ്റെയും സ്ട്രക്ചറിലുള്ള ചെറിയൊരു ചേഞ്ച് സിമ്പിളാണ്. പിന്നെ ഇവിടെ കംപ്രസ്ഡ് എയർ ഡെലിവറി വരുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ്, AB ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഫുള്ളി എക്യുപ്ഡ് ഗ്യാരേജ്, ലേഔട്ട് ഓഫ് ഫുള്ളി എക്യുപ്ഡ് മോഡേൺ ഗ്യാരേജ്. അപ്പോൾ ഇതിൽ നമ്മൾ 17 വരെയുള്ള നമ്പർ ഇട്ടേക്കുക. നമ്പർ ഇത് കറക്റ്റ് 10 വരെ ഇവിടെ, 1 മുതൽ 10 ഇവിടെ, 11. ഈ 11 എന്താണ്? 11 എന്ന് പറഞ്ഞാൽ പത്രയൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. 11 എന്ന് പറഞ്ഞാൽ സർവീസിങ് ആണ്. 11 സർവീസിങ് ആണ്. പിന്നെ ഇവിടെ ഇന്നും ഔട്ടുണ്ട് 12, 13 എന്താണ്? സ്റ്റോർ, രണ്ടും സ്റ്റോറാണ്. സ്റ്റോർ ഫോർ മിസലേനിയസ് പാർട്സും അതുപോലെ സ്റ്റോർ ഫോർ പെട്രോൾ, ഡീസൽ, ഗ്രീസ് ഓയിൽ. അപ്പോൾ അതെവിടെയാണ്? ആ സ്റ്റോറിങ് വരുന്നത് രണ്ടും ഇവിടെയാണ്, ശ്രദ്ധിക്കുക. ഔട്ടിൻ്റെ നേരെ ഈ സൈഡിലാണ്. പിന്നെ 14 ഗേറ്റ് കീപ്പർ എവിടെ ആയിരിക്കും? ഇന്നിൻ്റെ ഔട്ടിൻ്റെ അവിടെ ഗേറ്റ് കീപ്പർ വേണം. അതൊരു, പിന്നെ വരുന്നത് 15ഉം 16ഉമാണ്. 15, 16ഉം ഇൻചാർജും ഓഫീസും. ഇതിൻ്റെ ഇൻചാർജും 15 ഇൻചാർജ്, 16 ഓഫീസ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ 1 മുതൽ 10 വരെ നേരെ ഒരു ലൈനിലാണ്. 15, 16 ഇൻചാർജ് ഓഫീസ്, 14 എന്താണ്? ഗേറ്റ് കീപ്പർ, 13, 12ഉം സ്റ്റോറ്, 11 സർവീസിങ്, 17 എന്താണ്? ഓപ്പൺ സ്പേസ് ഫോർ ഗ്യാരേജ്, ഓപ്പൺ സ്പേസ്. അപ്പോൾ 1 മുതൽ 17 വരെ ഉള്ളത് അത് ഓരോന്നും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. കുറേ മെഷീൻസാണ്. 1 മുതൽ 6 വരെ ഉള്ളത് എന്താണ്? 1 മുതൽ 6 വരെയുള്ളതൊക്കെ വലിയ മെഷീൻസുകളാണ്. ലെയ്ത്ത്, ബോറിങ്, വർക്ക് ബെഞ്ച്, സ്പാർക്ക് പ്ലഗ്, ടെസ്റ്റിംഗ് ആൻഡ് ക്ലീനിങ്, ബാറ്ററി ചാർജിങ്, ടൂൾസ്, ഇങ്ങനെ ഇതിലാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കംപ്രസർ ആൻഡ് കാർ വാഷർ. ഇതിലാണ് കംപ്രസർ പ്രഷറൈസ്ഡ് എയർ എന്ത് ചെയ്യും? ന്യൂമാറ്റിക് ടൂൾസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡീസൽ പമ്പ്, ഇൻജക്ടർ ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട് ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾക്ക്. അങ്ങനെ റബ്ബർ ട്യൂബ് വൾക്കനൈസിങ് മെഷീന്. അങ്ങനെ ഓരോന്നും കറക്റ്റ് ഈ 17 പഠിച്ച് വെച്ച് അത് കൃത്യമായിട്ടൊന്ന് മൈൻഡിൽ വെച്ചിട്ടൊന്ന് എഴുതി വെക്കാം. സിമ്പിളായി പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്ന ഒന്നാണ് ലേഔട്ട് ഐസോമെട്രിക് വ്യൂ ഓഫ് എ മോഡേൺ പെയിൻറ്റ് ബൂത്ത്. മോഡേൺ പെയിൻറ്റ് ബൂത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ വരച്ചിട്ട് അതിൽ പാർട്സുകൾ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെ കമ്പോണൻസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്.
ഡൗൺ ഡ്രാഫ്റ്റ് എന്താണ്? ഈ ഡൗൺ ഡ്രാഫ്റ്റിലാണ് എയർ ഫ്ലോൻ്റെ ഡയറക്ഷനാണ് അവിടെ എയർ കൊടുത്തിട്ടുള്ളത്. എയർ ഫ്ലോ ഡയറക്ഷനാണ്. ഫ്ലോ പാറ്റേൺ വെർ എയർ മൂവ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഫ്രം ദി സീലിംഗ് ടു ദി ഫ്ലോർ. സീലിംഗിൽ നിന്ന് ഫ്ലോറിലേക്ക് എയർ പോകുന്ന ആ ഡയറക്ഷനാണ്. പിന്നെ എക്സോസ്റ്റ് ഇങ്ങോട്ട് വെൻറ്റിലേഷൻ ഇൻലെറ്റ്, പ്രോപ്പർ എയർ സപ്ലൈയും സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? വെൻറ്റിലേഷൻ വേണം. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വർക്കേഴ്സ് പൊസിഷൻ, സ്പ്രേ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പെയിൻറ്റിങ് ചെയ്യുക. അതിനൊരു ഡിവൈസിനെയാണ് സ്പ്രേ ഗണ്ണ് എന്ന് പറയുന്നത്. വർക്ക് പീസ് നമ്മൾ എവിടെയാണ് പെയിൻറ്റ് ചെയ്യണത് അവിടെ നമ്മളെ വണ്ടി വെഹിക്കിൾ ആണ് വർക്ക് പീസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു മോഡേൺ പെയിൻറ്റ് ബൂത്തിൻ്റെ ലേഔട്ട്, അതിൻ്റെ പാർട്സുകൾ പാർട്സുകൾ അടയാളപ്പെടുത്താനുണ്ടാവും. ഒരു 10 പാർട്സൊക്കെ അടയാളപ്പെടുത്താൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആ പാർട്സുകൾ ഏതൊക്കെയെന്ന് പറയുന്ന ഒരു ചെറിയൊരു പിക്ചറുണ്ട്. അതും ഈ മോഡേൺ പെയിൻറ്റ് ബൂത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഐസോമെട്രിക് വ്യൂ വരക്കാൻ പറഞ്ഞിട്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടെണ്ണം എന്ത് ചെയ്യണം? ഈ രണ്ടും നമ്മൾ വരക്കണം. എന്നാലേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റിപ്പയർ ഏരിയ, ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് വെഹിക്കിൾ വാഷ് ഏരിയ, ഓഫീസ് ഏരിയ, പ്രിപ്പറേഷൻ ഏരിയ, ചേഞ്ച് റൂം, ROOM ആണ്, ചെറിയ മിസ്റ്റേക്കാണ്. സപ്ലൈസ്, പെയിൻറ്റ് മിക്സ് റൂം, പെയിൻറ്റ് ബൂത്ത്, ഡ്രൈവ് ത്രൂ ഡ്രൈയിങ് ചേമ്പർ. ഇതിലെ പാർട്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം വെഹിക്കിൾ വാഷ് ഏരിയ എന്തിനാണ്? വെഹിക്കിൾ വാഷ് ഏരിയ ക്ലീൻനെസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. വെഹിക്കിൾ വാഷ് ഏരിയ ക്രൂഷ്യൽ ഫോർ ക്ലീൻനെസ്സിന് വേണ്ടാണ്. ലാർജ് കണ്ടാമിനൻസ് ഒക്കെ നീക്കുന്നത് വെഹിക്കിൾ വാഷ് ഏരിയ വെച്ചിട്ടാണ്. വലിയ കണ്ടാമിനൻസ് ഒക്കെ നീക്കുക. പിന്നെ റിപ്പയർ ഏരിയ ഉണ്ട്. സ്ട്രക്ചർ അല്ലെങ്കിൽ ബോഡി കറക്ഷനൊക്കെയാണ് റിപ്പയർ ഏരിയയിൽ വരിക. മേജർ ഡാമേജ് ലൈക്ക് ഡെൻസ്, വെൽഡിങ്, പാനൽ റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യും. പ്രിപ്പറേഷൻ ഏരിയ അവിടെയാണ് സീലിംഗ്, ക്രിട്ടിക്കൽ ട്രാൻസിഷൻ പോയിൻ്റാണ് പ്രിപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത്. സ്മൂത്ത് ആൻഡ് ക്ലീൻ. ഇങ്ങോട്ട് ഈ പ്രിപ്പറേഷൻ ഏരിയയിലേക്ക് എത്തുമ്പോൾ വെഹിക്കിൾ എന്തായിരിക്കണം? ക്ലീനായി വാഷൊക്കെ ചെയ്ത് അതിലുള്ള എന്തെങ്കിലും സ്ട്രക്ചർ കറക്ഷൻസ്, ഡാമേജോ വെൽഡിങ് ഒക്കെ അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിയ ശേഷം ഒരു ക്ലീൻ ആയിട്ടാണ് പ്രിപ്പറേഷൻ ഏരിയയിലേക്ക് പോവുക. പിന്നെ ഓഫീസ് ഏരിയ ഉണ്ട്, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബ്, മാനേജിങ് വർക്ക് ഓർഡേഴ്സ്, ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ ഇതാക്കാനുള്ളത്. പിന്നെ സപ്ലൈസ് പറയുമ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വരും. പിന്നെ പെയിൻറ്റ് മിക്സ് റൂം എന്താവണം? ഫയർ റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു റൂമാവണം. നമുക്കുള്ള മെറ്റീരിയൽ നശിച്ചു പോകാൻ പാടില്ല. സേഫ്റ്റി ആൻഡ് പ്രിസിഷൻ അതിൽ പ്രധാനമാണ്. പിന്നെ പെയിൻറ്റ് ബൂത്ത്, പെയിൻറ്റ് ചാമ്പർ, ക്ലീൻ ഹേർട്ട് ഓഫ് ദി ഷോപ്പ്. പെയിൻറ്റ് ചാമ്പറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത്. പെയിൻറ്റ് അവിടെ ആയിരിക്കും സ്റ്റോറിങ് ഉണ്ടാവുക. പിന്നെ ഡ്രൈയിങ് ചാമ്പർ, നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് ഉണക്കണം, അതിനുള്ളതാണ് ഡ്രൈയിങ് ചാമ്പർ. ഡ്രൈവ് ത്രൂ ഒക്കെ വർക്ക് ഫ്ലോ ഇതിൻ്റെ പാസേജിൻ്റെ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ മറ്റേ ഈ ഒരു സ്ട്രക്ചറും മനസ്സിലാക്കി വെക്കുക. അത് രണ്ടും എന്തായാലും പെയിൻറ്റ് ബൂത്തിൻ്റെ ചോദിച്ചാൽ നമ്മൾ എഴുതണം. ഇനി ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫോർത്ത് മൊഡ്യൂൾ. അപ്പോൾ അതിൽ ഒന്ന് ഇങ്ങനെയാണ് ചോദിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളത്. ഒരു ഭാഗത്ത് ഒരു വാൽവ് മെക്കാനിസം, അതായത് ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം അല്ലെങ്കിൽ സൈഡ് കാം മെക്കാനിസം. അങ്ങനെ ഈ ഓവർ ഹെഡോ സൈഡ് വാൽവ് മെക്കാനിസോ ഈ ഏതെങ്കിലും ഒന്ന് ഒരു ഭാഗത്തുണ്ടാവും. മറ്റു ഭാഗത്ത് ഏതെങ്കിലും ഒരു കമ്പോണൻസിനെ വരക്കാനും ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരക്കേണ്ടതാണ്.
വരയ്ക്കാനുള്ള 3 പാർട്സ്. അതിൻ്റെ ഒരു പിക്ചറാണ് കാണിക്കുന്നത്. മൊഡ്യൂൾ 4 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒറ്റ ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. മൊഡ്യൂൾ 3 2 ക്വസ്റ്റ്യൻ, ഒന്നുകിൽ പെട്രോളോ ഡീസലോ ഉണ്ടാവും ഒരു സൈഡിൽ. അതിൻ്റെ ഓർ ക്വസ്റ്റ്യനായിട്ട് ഒന്നുകിൽ പെയിൻറ്റ് ബൂത്തിൻ്റെയും പിന്നെ ഫുള്ളി ഗ്യാരേജ്, അല്ലെങ്കിൽ ഫ്യൂവൽ ഫില്ലിംഗ് കം സർവീസ് സ്റ്റേഷനും ഫുള്ളി ഗ്യാരേജും, അങ്ങനെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മൊഡ്യൂൾ 3 3 പിക്ചറും എന്തായാലും പഠിക്കണം. സിമ്പിളായി മാർക്സൊക്കെ പറയാൻ പറ്റുന്നതാണ്. 20 മാർക്ക് ഏകദേശമൊക്കെ. പിന്നെ മൊഡ്യൂൾ 4 ഇങ്ങനെ 3, ഒന്ന് കണക്റ്റിംഗ് റോഡ്, സ്പാർക്ക് പ്ലഗ്, ഫ്യൂവൽ ഇഞ്ചക്ടർ, ഈ 3 ഏതെങ്കിലും ഒന്നും, പിന്നെ ഏതെങ്കിലും ഒരു മെക്കാനിസം, അതിന് ഓർ ക്വസ്റ്റ്യനായിട്ട് ഏതെങ്കിലും ഒരു മെക്കാനിസം, അങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, അങ്ങനെ തന്നെ ചോദിക്കാൻ. അപ്പോൾ ഈ 3 പിക്ചർ നല്ലൊന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ കിട്ടുന്ന ഒരു കമ്പോണൻസ് ആണ് ഈ കണക്റ്റിംഗ് റോഡ്. എന്തിനാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്? കണക്റ്റിംഗ് റോഡ്, അതാണ് കണക്റ്റിംഗ് റോഡിൻ്റെ പിക്ചർ. ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ധർമ്മം എന്താണ്? കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ പിസ്റ്റണിന്ന് ക്രാങ്ക് ഷാഫ്റ്റിക്ക് കണക്ട് ചെയ്യണത് എന്ത് വഴിയാണ്? ഈ കണക്റ്റിംഗ് റോഡ് വഴിയാണ് അല്ലേ? റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടല്ലേ ഉള്ള മോഷനെ റോട്ടറി മോഷൻ, നമ്മളെ വീല് തിരിയണ റോട്ടറി മോഷനാക്കി മാറ്റുന്നത് ഈ കണക്റ്റിംഗ് റോഡാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കണക്റ്റിംഗ് റോഡാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലിമെൻറ്റ്. പിന്നെ സ്മോൾ എൻഡ് ബിയറിങ്, അതുപോലെ ലാർജ് എൻഡ് ബിയറിങ്, ഇത് രണ്ടുമാണ് ഇതിൽ. സ്മോൾ എൻഡ് ബിയറിങ്ങും ലാർജ് എൻഡ് ബിയറിങ്ങും. ഓക്കെ, ഇത് സിമ്പിളായി വരയ്ക്കാൻ പറ്റുന്നതാണ്. ഒന്ന് വരച്ച് നോക്കുക. എക്സാമ്പിളിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. പിന്നെ നെക്സ്റ്റ് അടുത്തൊന്ന് ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. ഇതാണ് ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ പിക്ചർ വരുന്നത്. ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഓൾഡർ ഡീസൽ എൻജിൻസൊക്കെ ഉള്ള സ്പ്രേ ഫ്യൂവൽ ഡയറക്റ്റ്ലി ഇൻ ടു കമ്പഷൻ ചേമ്പറിലേക്ക് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാനുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇതിൻ്റെ കമ്പോണൻസ് നോസിൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള ഇതിൻ്റെ ഈ കവറിങ് ആയിട്ടുള്ള ഈ ഒരു ബോഡി, അതാണ് നോസിൽ ബോഡി എന്ന് പറയുന്നത്. നോസിൽ ബോഡി സ്ട്രക്ചറൽ കേസിംഗ് ആണ് നോസിൽ ബോഡി. പിന്നെ വാൽവ്, ഈ വാൽവിലൂടെയാണ് നോസിൽ ഹോളിലേക്ക് ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആൻഡ് ക്ലോസിങ് കാര്യങ്ങൾ നടക്കുന്നത്. ക്യാപ്പ് കമ്പോണൻസിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള സംഭവമാണ് ക്യാപ്പ്. ഓരോന്നും എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കൃത്യമായി അടയാളപ്പെടുത്തണം. പിന്നെ സ്പിൻഡിലുണ്ട്, ലീക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ലീക്കാവുന്ന പ്രിസിഷൻ ഫിറ്റിൻ്റെ മുമ്പൊക്കെ ലീക്കാവുന്നതൊക്കെ ക്യാരി ചെയ്യാനുള്ള ഒരു സംഭവമാണ് ലീക്ക് ഓഫ്. പിന്നെ ലോക്കിംഗ് നട്ട്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഒക്കെ ഇതിൻ്റെ പ്രോസസ്സ്, അത് ഓപ്പൺ ചെയ്യേണ്ടതും ക്ലോസ് ചെയ്യേണ്ടതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പിക്ചർ എന്ത് ചെയ്യുക? ഈ പിക്ചർ ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ സ്പാർക്ക് പ്ലഗും ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ മറ്റ് സബ്ജക്റ്റുകളിൽ തന്നെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും കൂടി നോക്കിയാൽ നമ്മൾ ഈ സബ്ജക്റ്റിനും കൂടിയും അത് വളരെ ഉപകാരപ്പെടും. നെക്സ്റ്റ് നമുക്ക് സ്പാർക്ക് പ്ലഗും കൂടിയും അതിൻ്റെ ഒരു പിക്ചറും കൂടി ഉണ്ട്. സ്പാർക്ക് പ്ലഗ് നമുക്കൊക്കെ അറിയാം. സ്പാർക്ക് പ്ലഗിൻ്റെയൊക്കെ സ്പാർക്ക് പ്ലഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രിക് കറൻറ്റ്, സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഡിസൈൻഡ് ടു ഡെലിവർ ഇലക്ട്രിക് കറൻറ്റ് ഫ്രം ഇഗ്നിഷൻ സിസ്റ്റം ടു ദി കമ്പഷൻ ചേമ്പർ. കമ്പഷൻ ചേമ്പറിൽ നിന്ന് ഇഗ്നിഷൻ സിസ്റ്റത്തിലേക്ക് ഇലക്ട്രിക് കറൻറ്റ് കൊടുക്കാനുള്ളതാണ് സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ടെർമിനൽ, ഇൻസുലേറ്റർ, സെൻട്രൽ ഇലക്ട്രോഡ്, ഷെല്ല്, സീലിംഗ് റിങ്, ഗ്യാസ്കറ്റ്, ഗ്രൗണ്ട് ഇലക്ട്രോഡ്. ഓരോ കമ്പോണൻസും സീലിംഗ് റിങ് ഇവിടെ രണ്ടിടത്തും ഉണ്ട്. ഓരോന്നൊന്നും മനസ്സിലാക്കുക. ടെർമിനൽ എന്താണ്? കണക്ഷൻ പോയിൻ്റ്. നമ്മൾ ഇവിടെ കണക്ഷൻ ചെയ്യുന്ന കണക്ഷൻ പോയിൻ്റാണ് ടെർമിനൽ. പിന്നെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെറാമിക് മെറ്റീരിയലാണ് ഇൻസുലേറ്റർ.
സെൻട്രൽ ഇലക്ട്രോഡിനൊക്കെ ഇതാണ് സെൻട്രൽ ഇലക്ട്രോഡ്. ഇതിലൂടെയാണ് പാസിങ് നടക്കുക. ആ സെൻട്രൽ ഇലക്ട്രോഡിനെ കവർ ചെയ്യുന്ന ഒരു സെറാമിക് ഇതാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഷെല്ല് അല്ലെങ്കിൽ ഹൗസിങ് മെറ്റൽ ബോഡിയാണ് ഷെല്ല്. ഹൗസിങ്ങോട് കൂടിയുള്ള നെക്സ്റ്റ് സീലിംഗ് റിങ് ഉണ്ട്. ഇൻസുലേറ്ററിൻ്റെയും ഷെല്ലിൻ്റെയും ഇടയിലുള്ള ഒരു റിങ്ങാണ് ഇത്. ഇവിടെയാണ് ഷെല്ല്. ഇത് ഇൻസുലേറ്ററിൻ്റെയും ഇടയിൽ വരുന്ന ഒരു റിങ് ലൈക്ക് സ്ട്രക്ചറാണ് സീലിംഗ് റിങ്. പിന്നെ ഗ്യാസ്കറ്റ്, വാഷർ, ഷെൽ ത്രെഡ്സിൻ്റെ അടിയിലുള്ള ഇതാണ് ഷെല്ല് എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് ഷെല്ല്, ഇതിൻ്റെ അടിയിലുള്ള ഗ്യാസ്കറ്റ്, വാഷർ. പിന്നെ ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഉണ്ട്. ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡിലാണ് ഓപ്പോസിറ്റ്, ഇത് സെൻട്രൽ ഇലക്ട്രോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുവഴിയാണ് മെറ്റൽ ടാബ് ഓർ വയർ വെൽഡഡ് ടു ദി ഷെല്ലിലേക്ക് വെൽഡ് ചെയ്ത വയറാണ്. അപ്പോൾ സ്പാർക്ക് പ്ലഗിൻ്റെ യൂസും അതിൻ്റെ പിക്ചറൊക്കെ വേറെ സബ്ജക്റ്റുകളിൽ തന്നെ പഠിച്ചതായിരിക്കും. ഇലക്ട്രിക് കറൻറ്റ് ഫ്രം ഇഗ്നിഷൻ സിസ്റ്റത്തിനെ കമ്പഷൻ ചേമ്പറിലേക്ക് കൊടുക്കുന്നത് സ്പാർക്ക് പ്ലഗ് വഴിയാണ്. അതിനുള്ള ഇലക്ട്രോഡ് കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 4ൽ ഈ ഒരു 3 എങ്കിലും പഠിക്കുക. മൊഡ്യൂൾ 3ൽ അതെങ്കിലും പഠിക്കുക. മൊഡ്യൂൾ 2ൽ ഇവിടെ കാണിച്ച ആ 2 പിക്ചർ അതെങ്കിലും പഠിക്കുക. ഇതും പഠിച്ചാൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, താങ്ക്സ്.